നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു വയനാട്ടിലെ ചൂരമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടൽ. ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് 76ഓളം മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 76 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വയനാട്ടിലും നിലമ്പൂരിലും കോഴിക്കോടുമായി വിവിധ ആശുപത്രികളിൽ ഈ 76 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. വയനാട് മേപ്പാടി പഞ്ചായത്ത് ഹാളിൽ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുന്ന മൃതദേഹങ്ങൾ മേപ്പാടി പഞ്ചായത്ത് ഹാളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പലരും തങ്ങളുടെ ബന്ധുക്കളെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായ രീതിയിൽ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു പ്രവേശന മാർഗമായ പാലം ഉരുൾപൊട്ടലിൽ തകർന്നതാണ് ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് തന്നെ അട്ടമല മുണ്ടക്കൈ ഭാഗത്ത് ധാരാളം ആളുകൾ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന കാര്യം. കോഴിക്കോട് സൈനിക ക്യാമ്പിൽ നിന്ന് 150 പേരുടെ ഒരു സംഘമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതുപോലെ തന്നെയാണ് കണ്ണൂർ ഡിഫൻസിൽ നിന്നും 150 പേര് വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ബംഗളൂരിൽ നിന്നും മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ 150 പേരും വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇവരെല്ലാം പൂർണ്ണമായി വയനാട്ടിലേക്ക് എത്തുന്നതോടുകൂടി വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഏകോപിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടത്ര സന്നാഹങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കി രക്ഷാപ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ തന്നെ ഏകോപിപ്പിക്കണം എന്നാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും കേന്ദ്രത്തിന്റെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും അട്ടമല മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നവരെ ഏത് വിധേനയും രക്ഷപ്പെടുത്തണം എന്ന മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതലായി രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 5 പേരുടെ NDFന്റെ 5 പേരുടെ ചെറു സംഘങ്ങളാണ് ഇപ്പോൾ മുണ്ടക്കൈ അട്ടമല ഭാഗത്തേക്ക് അവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവുമായി പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഈ പ്രദേശങ്ങളിലാകെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മഴ തോരാതെ പെയ്യുന്നതിനാൽ ഇത്തരം ആളുകളെ, അതായത് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലൂടെ ആളുകളെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തകർ എന്നുള്ളതാണ് അറിയുന്നത്. എന്നാൽ മുണ്ടക്കൈ അട്ടമല ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ആളുകളെ ഒരു എയർലിഫ്റ്റിംഗിലൂടെ മാത്രമാണ് ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ് മനാഫ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ മസ്ജിദിലാണ് കുടുങ്ങിയിരിക്കുന്ന ആളുകൾ. ഈ ആളുകളെ എയർലിഫ്റ്റിംഗിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിൽ മഞ്ഞ് മൂടിയിരിക്കുന്നു, അതിതീവ്രമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ സേനയുടെ ഉദ്യോഗസ്ഥരെത്തിയാലും എയർലിഫ്റ്റിംഗ് അവിടെ സാധ്യമല്ലാത്ത ഒരു സങ്കീർണമായ കാലാവസ്ഥയാണ്. ഹെലികോപ്റ്ററുകൾക്ക് ഒരു കാരണവശാലും വയനാടിന്റെ ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മൂടൽമഞ്ഞും അതിതീവ്രമായ മഴയും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉരുൾപൊട്ടലിൽ തകർന്ന പാലം പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീം വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കാൻ സാധിക്കും. ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ അതിതീവ്രമായി തന്നെയാണ് പ്രദേശത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ പുഴ കലങ്ങി മറിഞ്ഞൊഴുകുന്നു. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ തന്നെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത്. അതായത് മുണ്ടക്കൈ പുഴയിലെ ജലം ക്രമാതീതമായി ഉയരുകയും ജലം കലങ്ങി മറിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകരടക്കം. അതായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും നേവിയുടെയും സേനയുടെയും വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതാത് മേഖലകളിൽ സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 400-ൽ പരം വീടുകളാണ് ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയിരിക്കുന്നത് എന്നുള്ള വസ്തുതയെ അറിയുമ്പോൾ എത്ര ഭീകരമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷകരുൾപ്പെടെ രക്ഷാദൗത്യ സംഘങ്ങൾ ഉൾപ്പെടെ വയനാട്ടിൽ സേനയുടെ എല്ലാ വിഭാഗം ആളുകളും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ രക്ഷാദൗത്യം മുന്നേറുകയാണെങ്കിൽ രാത്രിക്കുള്ളിൽ തന്നെ ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി ജീവനുള്ള ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എത്ര പേർ ഇപ്പോൾ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേരാണ് ഇനിയും മൃതാവശിഷ്ടരായി കഴിയുന്നത് എന്നുള്ളതെല്ലാം കണ്ടെത്തുവാൻ കൂടുതൽ വിശദമായ പരിശോധനകൾ കൂടിയേ തീരൂ. നാവികസേനയ്ക്കോ അഥവാ കരസേനയ്ക്കോ ഒന്നും
കൃത്യമായ രീതിയിൽ വയനാട്ടിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അത്തരത്തിലുള്ള റോഡുകളും സഞ്ചാരമാർഗങ്ങളും തകർന്നതാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ വയനാട്ടിൽ ഉണ്ടാകും. വയനാട്ടിലെ ലോക്സഭാ അംഗമായ പ്രതിപക്ഷ അംഗമായ രാഹുൽ ഗാന്ധിയും ഈ അവസരത്തിൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടത്ര സഹായങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരും സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കാളികളാകണം എന്നുകൂടി രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. വരും മണിക്കൂറുകളിൽ വയനാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന, അതായത് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എല്ലാവരെയും കണ്ടെത്തുവാനും രക്ഷിക്കുവാനും സാധിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും പാലം പുനർനിർമ്മിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ താൽക്കാലിക പാലം ഉണ്ടാക്കുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 76 പേർ ഇതിനകം മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ, അതീവ ദുഃഖകരമായ വാർത്ത തന്നെയാണ് വയനാട്ടിൽ നിന്നും എത്തുന്നത്.